അയ്യോ അരിവാളൊക്കെ ആയിട്ടുള്ള തന്നെ. അരിവാളോ? അത് സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അരിവാള്. അത് കൊള്ളാലോ. അത് ഷൂസ് ഒക്കെ ഇട്ടിട്ട്. ഒരു ഫ്രീക്ക് അല്ലേ? അതെ, ഫ്രീക്ക് കൊയ്ത്തുകാരി. മോഡേൺ കൊയ്ത്തുകാരി. ഫ്രീക്കി. ഫ്രീക്കത്തി കൊയ്ത്തുകാരി. ഇതാരാ ഈ ഫ്രീക്കി? ഇതൊക്കെ വെച്ചാണ് തല എറിയുന്നേ. അരിവാള് വെച്ചാ. ഞാൻ ആദ്യമായിട്ടാ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വേഷം കാണുന്നത്. കൂളിംഗ് ഗ്ലാസും വെച്ച് ഇടത്തെ കയ്യിൽ മൈക്കും വലത്തെ കയ്യിൽ അരിവാളും ഷൂസും. ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. നമ്മൾ ആരും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. അല്ല, ഏത് പാട്ടാ പാടുന്നേ? കന്നീളം കിളി കതിരു കാണാ കിളി. അതിനെന്തിനാ ഈ കൂളിംഗ് ഗ്ലാസ്? അതെന്തിനാ? സാധാരണ പാടത്ത് ഇറങ്ങുന്നവര് ഇതൊന്നും ഇടാറില്ല അല്ലേ? ചെരുപ്പൊന്നും ഇല്ല. പിങ്ക് ഷൂ ഒക്കെ ചെളിയായി. പിന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഒന്നും കാണാനും പറ്റത്തില്ല. പാടത്ത് കൊയ്യുമ്പോ വെയിൽ ആലോചിച്ച് നോക്കിയ ഒരു സീൻ. എല്ലാവരും തപ്പണ്ടി വരും. ഒരുപക്ഷെ ഇനി പാടത്ത് ഇറങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ആയിരിക്കും. ഷൂസും ഒക്കെ ഇട്ട് ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊയ്യണേ. പാട്ടുണ്ടല്ലോ. വളരെ ഡീറ്റെയിൽസ് പറ. സിനിമ പുന്നപ്ര വയലാർ. പിന്നെ റിലിക്സ് വയലാർ രാമവർമ്മ സാർ. പിന്നെ മ്യൂസിക് കെ രാഘവൻ സാർ. പിന്നെ പാടിയത് പി സുശീലാമ്മ. വർഷം 1968. വെരി ഗുഡ്. ഒരു ചെറിയ സംശയം, ജലദോഷം ഉണ്ടോ മോക്ക്? എന്റെ 3 ചേച്ചിമാര് ഇവിടെ വന്നിട്ടുണ്ട്. അവർ നല്ല റീൽസ് എടുക്കും, ഡാൻസേഴ്സ് ആണ്. നേരെ ചേച്ചിയാണോ? അല്ല, കസിൻസ്. ഒരെണ്ണം ഡയറക്റ്റ് ചേച്ചിയാണോ? ഒരെണ്ണം ഡയറക്റ്റ്. നല്ല കമന്റ് ഒക്കെയാണ്. കമന്റോ? ലൈക്ക് കമന്റും ലൈക്കും കിട്ടാറുണ്ടെന്ന് അവര് റീൽസ് ഇടുമ്പോ. ഡാൻസ് ഒക്കെ ചെയ്യോ? റീൽസ് ചെയ്യാറുണ്ടല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? പാട്ട് സമയത്ത് ഇതൊക്കെ ഉണ്ടോ കയ്യില്? കൂളിംഗ് ഗ്ലാസും കൂളിംഗ് ഗ്ലാസ് ഇരിക്കട്ടെ. അരിവാള് വെച്ചാൽ കൂളിംഗ് ഗ്ലാസിന്. അരിവാളോ? അരിവാളം കൊണ്ട് കൊടുത്തേരെ, വേറൊരു ആള് നിൽക്കിയല്ലേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സന്തോഷായില്ലേ? ഓക്കെ അല്ലേ? പാടാം, നമുക്ക് പാടാട്ടോ. ഓൾ ദ ബെസ്റ്റ്. നാക്കാണോ കയ്യിലിരിക്കണേ? പറയുന്നില്ല, അല്ല അത് തള്ളല്ലേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ് വെരി ഗുഡ്. മോഡേൺ കൊയ്ത്തുകാരി എന്താ എങ്ങനെയുണ്ടായിരുന്നു കൊയ്ത്തൊക്കെ? കല്ലായിരുന്നു. കൊള്ളായിരുന്നു. കത്തി വാള് കൊണ്ടുപോയോ? ഇല്ല, വാള് തേണ്ട അവിടെ ഇരിപ്പുണ്ട്. വേണോ? പിന്നെ അതെ, വാള് വെച്ച് നിന്നാലേ ഒരു ഫീൽ ഉള്ളൂ. കൊയ്ത്തുകാരിക്ക് പ്രോപ്പർട്ടി വേണം. ഇപ്പോഴാണ് ആ ഭംഗി കാണുന്നത്. അതെ അതെ. അതെ, ഓ, ഇതായിരുന്നോ? ഇപ്പോഴാണ് നമ്മളെയൊക്കെ നേരെ കാണുന്നത്. ഞങ്ങളൊക്കെ കാണായിരുന്നോ? ആ, കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ? ആ. ആണോ? രാത്രി 8 മണിയായിരുന്നു അല്ലേ മോളെ? നൈറ്റ് എട്ട് ലൈഫാ. മണിയായിരുന്നു. എന്നാ കൊയ്ത്തുകാരി ചേച്ചി. ഓക്കെ. അപ്പൊ ശ്രേഷ്ഠക്കുട്ടി എന്തോ നന്നായിരുന്നു മോളെ, Thank you. നല്ല രസമായിട്ട് പാടി. ഈ കൂളിംഗ് ഗ്ലാസ് അതുമായിട്ട് സത്യത്തിൽ ചേർന്നു. ഇതാര് പറഞ്ഞു ഈ കൂളിംഗ് ഗ്ലാസ് വെക്കാൻ? അമ്മ അമ്മയുടെ ഐഡിയ ഇത്. അത് ശരി. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് കൂളിംഗ് ഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാ. ഇഷ്ടാ. അല്ല, പക്ഷെ ആ ചിന്ത കൊള്ളാം. ഒരു ഡിഫറെന്റ്, രണ്ട് Modern, അതെ. കോൺട്രാസ്റ്റ്, നല്ലൊരു വെറൈറ്റി ജീൻസ് കൂടെ ഇടായിരുന്നല്ലോ. മകളെ നന്നായിട്ട് പാടി കേട്ടോ. വേറൊന്നും വലുതായിട്ടൊന്നും പറയാനില്ല. നല്ലൊരു പാട്ട്, നല്ലൊരു സിനിമ. പുന്നപ്ര വയലാർ, രാഘവ മാസ്റ്റർ, വയലാർ സാറും എല്ലാരും കൂടെ ചേർന്ന് സുശീലാമ്മയുടെ മനോഹരമായിട്ടുള്ള ഗാനം മോൾ അസലായിട്ട് പാടി കേട്ടോ. Thank ഓൾ ദി you. ബെസ്റ്റ്. ശ്രേഷ്ഠ കുട്ടി, എന്തോ നമ്മള് മാച്ചിങ് ആണല്ലോ അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കൊയ്ത്തുകാരി അതൊക്കെ പറയുള്ളൂ, ഇംഗ്ലീഷ് എന്തായാലും ഇന്ന് പാട്ട് കലക്കി, നന്നായിരുന്നു കേട്ടോ. Thank you. ഇത് ആരെ സെലക്ട് ചെയ്തേ പാട്ട്? അമ്മ തന്നെയാ? അമ്മ തന്നെ. ആണോ? വിഷ്ണുമാമൻ. ഞാൻ പറയാം, ആ, വിഷ്ണു മാമൻ. വിഷ്ണു, ഓക്കെ. നമുക്കല്ലേ എല്ലാം ചോദിക്കേണ്ട കൊണ്ട് ഇടാനൊരു ആവശ്യമില്ല. തലയുണ്ട്. അതെ എങ്ങനെ 3 ചരണം ഉണ്ടായിരുന്നല്ലേ? അതെ, മൂത്ത ആ, അനുപല്ലവി. വെറ്റേം തിന്ന് കറ്റേം ചെയ്യും, ആ, അത് പിന്നെ കഴിഞ്ഞ് കട്ടയും കട്ടേം നീക്കി. നീക്കി കല്ലും പിന്നെ പെറുക്കി. വേറെ എന്താണ്ടായിരുന്നു? അടുത്ത ചൂളവും കുത്തി. ആ, ആ. ചൂളവും കൊത്തി. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് മോള് പാടിയപ്പോഴാ ഞങ്ങൾ അറിയണേ. അങ്ങനെ ഒരു ചരണം ഉണ്ടെന്ന്. അതെ, അതെ. അപ്പൊ എന്തായാലും കൊള്ളാട്ടോ. Thank you. ആ, ഓൾ ദ ബെസ്റ്റ്. Thank you. പ്രേക്ഷക്കുട്ടി സൂപ്പർ ആയിരുന്നു കേട്ടാ. Thank you. എന്താ ഇത് കൂടുതൽ ഇനി പറയാനുള്ളത്? ശ്രേഷ്ഠക്കുട്ടിയുടെ ആ ഒരു ഡ്രസ്സും പാട്ടും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി Thank കേട്ടാ. you. ഇത്രയൊക്കെ കാണാതെ പഠിച്ച് ഒരു തെറ്റുമില്ലാതെ. സാധാരണ ചിലപ്പം ഇങ്ങനെ ഇത്രയും 3 ചരണമൊക്കെ ഉള്ളപ്പോഴേ ഒന്ന് ചിന്തിക്കാം, മറന്നൊന്നും പോവാതെ. ഡെയിലി എത്ര പ്രാവശ്യം പാടുമോ ഈ പാട്ട് വീട്ടില്? ഒരു 5 പ്രാവശ്യം അല്ലേ? ആരാ, അച്ഛനാണോ അമ്മയാണോ പാടിക്കുന്നത്? അച്ഛൻ. ആ, ശരി ട്ടാ ചക്കരെ. ഉമ്മ. ഉമ്മ. അച്ഛൻ മര്യാദയ്ക്ക് പാട്ടൊക്കെ പഠിപ്പിക്കും. മോളെ ഇങ്ങനെ പാട്, അങ്ങനെ പാട് എന്നൊക്കെ പറയും. അമ്മ പറയും മോളെ ഒരു ഹാഫ് ജീൻസ് ഇട്ട് ഒരു അരിവാളും ഒരു കൂളിംഗ് ഗ്ലാസ് അങ്ങനെ. MG ഞങ്ങളെ ആ. ഇന്ന് ഇവിടെ 3 ചേച്ചിമാര് വന്നിട്ടില്ലേ ആ, കുഞ്ഞിന്റെ? ആ. അവര് ഭയങ്കര റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ചെയ്തോട്ടെ. ആ. ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ചെയ്തോട്ടെ. അപ്പൊ 3 ചേച്ചിമാരുടെയും ഈ ചെറുതിന്റെയും ഒരു പെർഫോമൻസ് നമുക്ക് ഓ, കാണണ്ടേ? കാണാമല്ലോ. തീർച്ചയായിട്ടും. ആ, പിന്നെ. ആയിക്കോട്ടെ. വായോ 3 ആള്, അവർ 2 ആള് അറിഞ്ഞിട്ടേ ഇല്ല. വായോ. ഒരു ചേച്ചിനെ നമുക്കറിയാം, ഒരു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇത് സ്വന്തം ചേച്ചി. നിങ്ങൾ രണ്ടും ട്വിൻസ് ആണോ? അല്ല 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 അല്ലേ, ഇവിടെ നോക്കുമ്പോ സിസ്റ്റേഴ്സാ. എന്താ പേര്? അശ്വതി അശ്വതി. ഓക്കെ. അശ്വിനി അശ്വിനി. ആ. അത് ഇരട്ട കുട്ടികളുടെ പോലെയാ. ശ്രേഷ്ഠക്കുട്ടിയുടെ ചേച്ചിയുടെ പേരെന്തായിരുന്നു? ശ്രേയ ശ്രേയ. ശ്രേയ. Okay, ആ. ആ. അല്ല, എന്താ ചെയ്യുന്നത് ഞങ്ങള്? ഞാൻ ഏവിയേഷൻ സ്റ്റുഡന്റ് ആണ്. ഏവിയേഷൻ. ആ. ഓ, വെരി ഗുഡ്. കഴിഞ്ഞു, ഇനി ആ. ജോയിൻ ചെയ്യാൻ പോവാ. ആഹാ. ഈ കുട്ടി ഞാനിപ്പോ +2 കഴിഞ്ഞ് നിക്കാം. പ്ലസ് ടു ആ. കഴിഞ്ഞു നിൽക്കാം. ആ. ഓ, ഓക്കെ. കൊച്ചുകുട്ടികളാ. ശ്രേയ ഞാൻ +2ലാണ്. പ്ലസ് Plus two ലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ 3 പേരും ആ. ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ഡാൻസ് കണ്ടന്റ് റീൽസ് ഒക്കെ ചെയ്യുന്നവരാ. മൂന്നുപേരും ഒരുമിച്ചാണോ ചെയ്യാറ്? നമ്മൾ 3 പേരും ഒന്നിച്ച് ഒരു ടീമാണ്. ഡ്യുവോ ഓ, പെർഫോമൻസ് ഓ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓ, ഓക്കെ. ഇവിടെ നമ്മൾ ചെയ്ത ഒരു റീൽ തന്നെ ആ, ഒരു ചെറിയൊരു Recreate. പെർഫോമൻസ്. ശരി, ആണല്ലേ? അപ്പൊ തുടങ്ങാം. ഓക്കെ. Okay. ആ. നല്ല എനർജി ഉണ്ടായിരുന്നു. അതെ, നല്ല രസം. നല്ല ഗ്രേസ് ആയിരുന്നു. അത് നല്ല. grace ഉണ്ടായിരുന്നു, നിങ്ങളെ അതെ. 3 പേരും ഭരതനാട്യം പഠിക്കുന്നുണ്ട്, ഡാൻസ്. നമ്മൾ 3 പേരും ഡാൻസ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. ടീച്ചേഴ്സ് ആണോ ആണോ? നിങ്ങള്?
രണ്ടുപേരും ചേർന്ന് മാതങ്കി സ്കൂൾ ഓഫ് ഡാൻസ്, ഞാൻ നാട്യശ്രേഷ്ഠം സ്കൂൾ ഓഫ് ഡാൻസ്. ഇപ്പോഴേ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങി. അത് ശരി, കൊള്ളാലോ. ഫിലിം സോങ്സിന് ഡാൻസ് ചെയ്യുന്നതാണ് ഇപ്പൊ റീൽസില് ഭയങ്കര Trending ആയിട്ട്. ഈ ശ്രേഷ്ഠകുട്ടി എന്ത് സ്കൂളാ തുടങ്ങാൻ പോകുന്നേ? അല്ല അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ആണോ? നാട്യശ്രേഷ്ഠം ഇതാ മെയിൻ ടീച്ചർ. അതാണ് മെയിൻ ടീച്ചർ. അതെ. ആഹാ, അത് ശരി. ഫസ്റ്റ് സ്റ്റുഡന്റ്. അത് ശരി. അപ്പൊ ഇത്ര ചെറുപ്പത്തിൽ ഏൺ ചെയ്യാൻ തുടങ്ങി അല്ലേ? നിങ്ങളുടെ ഡാൻസ് സ്കൂള് പടർന്ന് പന്തലിച്ചങ്ങനെ വളർന്ന് വലിയതാവട്ടെ. Thank you, thank you, thank you. All the best, all the Thank you, thank you. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ശ്രേഷ്ഠ പൂപ്പറ്റി. Thank